അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യനായ അലി ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പത്നി ആയിഷ ഡോക്ടർ, ഇന്നത്തെ ഈ QHLSൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ, നബീൽ അണ്ടത്താണി, ഇതിൻ്റെ അധ്യക്ഷൻ അഷ്റഫ് സുല്ലമി, റിയാസ്, വേദിയിലുള്ള മറ്റു സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഓൺലൈനിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ സന്നിഹിതരാകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറപ്പൂർ മൗലവിയും നേരത്തെ ഡോക്ടറുടെ ഉദ്ഘാടന സംസാരത്തിലുമൊക്കെ വളരെ ഹ്രസ്വമാണെങ്കിലും ഈ പ്രദേശത്തെ ആളുകൾക്ക് ഒരുപാട് കാലം ഓർമ്മിച്ചു വെക്കുവാനും അവരുടെ ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ആഴം ബോധ്യപ്പെടുത്തുന്നതുമായ സംസാരങ്ങളും സൂചനകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുദീർഘമായൊരു സംസാരത്തിൻ്റെ ആവശ്യം ഈ പ്രൗഢമായ വേദിയിൽ ഇല്ല എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ കൂടെ ഇന്ന് ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. എന്നാൽ നേരത്തെ അഷ്റഫ് സുല്ലമി പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം നിശ്ചയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ആ കാര്യം ഇവിടെ അറിയിക്കുവാനും അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുവാനുമൊക്കെ പ്രത്യേകിച്ച് ഡോക്ടറോടും ഇവിടെയുള്ള ഭാരവാഹികളോടുമൊക്കെ അറിയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാനിവിടെ സ്മരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ഹറമിലെത്തി അവിടെയുള്ള വിശേഷങ്ങളെല്ലാം എല്ലാം പങ്കുവച്ചിരുന്നു. അവരുടെ ആ ഹജ്ജ് യാത്ര സഫലമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അവർക്കും ഹജ്ജിന് പോയ എല്ലാവർക്കും, നമ്മുടെ ബന്ധുമിത്രാദികളും കുടുംബങ്ങളും പണ്ഡിതന്മാരും ഒക്കെ യാത്രയായിട്ടുണ്ട്, അവർക്കൊക്കെ അതിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ പള്ളി ഉണ്ടാകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ തൃശ്ശൂർ ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഡോക്ടർ മുൻകൈയെടുത്തുകൊണ്ട് ധാരാളം പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, ചെറുതാണെങ്കിലും അല്പം വൈകിട്ടാണെങ്കിലും ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പള്ളിയും ഇതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും ഈ കാര്യത്തിൽ അവരുടെ മനസ്സിലൊരു പ്രത്യേക സന്തോഷം ഉണ്ട് എന്നത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പ്രത്യേകിച്ച് ആയിഷ ഡോക്ടർ ഇന്നേറെ സന്തോഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ വീടിനടുത്ത് ഒരു പള്ളി വന്നു, അത് കൊണ്ട് നടക്കാൻ പറ്റുന്ന കുറേ ഒരു പിടി ആളുകളും ആത്മാർത്ഥതയുള്ള സംഘാടകരും പ്രവർത്തകരും ഇവിടെ ഉണ്ടായി എന്നത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയാണ്, സന്തോഷമാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ കുടുംബത്തിൻ്റെ, അലി ഡോക്ടറുടെ കുടുംബം അവർ കൈവെക്കാത്ത പ്രൊജക്റ്റുകളും സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ അത് അവിഭക്തമായി എല്ലാവരും ഒന്നിച്ചുള്ള കാലഘട്ടത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും വളരെ കുറവായിരിക്കും. ഞങ്ങളൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ സദസ്സിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വന്നിരുന്ന് വേദിയിലേക്ക് നോക്കുമ്പോൾ സ്ഥിരമായി കാണാറുള്ള ഒരു മുഖമായിട്ടാണ് അലി ഡോക്ടറൊക്കെ എനിക്ക് പരിചയം.
അങ്ങനെ ഈ പ്രസ്ഥാനത്തോടൊപ്പം നമ്മളതിൻ്റെ വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അദ്ദേഹത്തോട് പല സന്ദർഭങ്ങളിലും പ്രസ്ഥാനത്തിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടി കൂടുതൽ അടുക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ നമ്മൾ അകന്നു നിന്ന് കാണുമ്പോഴുള്ള കൗതുകവും സന്തോഷവും എത്രയാണോ അതിലേറെ അടുത്ത് ചെല്ലുമ്പോൾ കൂടുതൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ദീനിനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പൊതുവേ നമ്മുടെ കാലഘട്ടത്തിലുള്ളൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ ആളുകളെക്കുറിച്ച് വലിയ മഹത്വമുണ്ടാവുകയും വളരെ അടുത്ത് ചെല്ലുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നീങ്ങാൻ കഴിയുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ തന്നെ മരണം വരെ മുന്നോട്ട് പോകാൻ അവർക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ പള്ളി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് റമദാനിൽ ഇവിടെ നമസ്കാരം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇന്നിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ആളുകളൊക്കെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവർ അവരുടെ ജോലി സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഞങ്ങളും ഇവിടെ നിന്ന് പോകും. പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അവരോടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്, ഊന്നി സംസാരിക്കാനുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ഥലം ലഭിക്കുക, പള്ളി ഉണ്ടാവുക എന്നതൊക്കെ ഇതുപോലെ ആരെങ്കിലും വിചാരിച്ചാൽ അള്ളാൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. പക്ഷെ അത് എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ അത് നിർമ്മിച്ചിട്ടുള്ളത്, അതിൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അത് എത്തിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പലപ്പോഴും സംഭവിക്കാറില്ല. PN കൂടെ ഞങ്ങളൊക്കെ ഇങ്ങനെ കേരളത്തിലൂടെ പല ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് കൂടെ പോകുമ്പോൾ PN പറയും, ഇവിടെ നമ്മളെ അസർ നിസ്കാരം കുറച്ച് അപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ വെച്ചാക്കാം. അപ്പോൾ ആ ഭാഗത്തൊരു പള്ളി ഉണ്ട് എന്ന് PN അറിയാം. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്ത് നിർത്തി അവിടെ ഇറങ്ങി നിസ്കരിക്കും. അപ്പോൾ അവിടെയുള്ള ആളുകളോടൊക്കെ അവിടുത്തെ വർത്തമാനങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ഓർമ്മ അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ കാരണം ലഭിച്ച പള്ളിയായിരിക്കും അത്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പിന്നെ വണ്ടി കയറി പോകുമ്പോൾ അവിടുത്തെ ചരിത്രം പറയും. ഇങ്ങനെയാണ് ആ പള്ളി ഉണ്ടായത്, അത് തുടങ്ങിയത് ഇങ്ങനെയാണ്. അപ്പോൾ ചില പള്ളി കയറി ഇറങ്ങിയിട്ട് പറയും അൽഹംദുലില്ലാ വലിയ സന്തോഷമായി, അവിടെ പോയി കണ്ടപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി എന്ന് പറയാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നേരെ തിരിച്ചും പറയാറുണ്ട്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ആ സ്ഥാപനം അവിടെ ഉണ്ടാക്കിയത്, പക്ഷേ വേണ്ടതുപോലെ അത് തൃപ്തിപ്പെടുന്ന രീതിയിൽ അതായില്ല എന്നും പറയാറുണ്ട്. ഞാൻ നേരത്തെ ഡോക്ടറോട് അത് സംസാരത്തിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധം കൂടുതൽ ഉണ്ടാകണം എന്നുള്ള നിലക്ക് ഒന്നുകൂടി ഞാനും അതിന് അടിവരയിടുകയാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഇനി അതിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണമല്ലല്ലോ പ്രധാനം. അത് ഇനി നിങ്ങൾക്കൊരു വെല്ലുവിളിയായി നിങ്ങളത് സ്വീകരിക്കണം. ഡോക്ടറാ പറഞ്ഞതൊരു വെല്ലുവിളിയായി സ്വീകരിക്കണം. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകും എന്ന് വാക്കുകൾ കൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ സംസാരങ്ങൾ കൊണ്ടോ അല്ല, അത് പ്രയോഗതലത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് കാണിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെങ്ങനെ? പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മസ്ജിദ് എന്നാണ് അതിന് നമ്മൾ സാധാരണ അതിന് അറബിയിൽ പേര് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ആ വാക്ക് വരുന്നത്? സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നതുകൊണ്ടാണ്. പള്ളിയുടെ സജീവത എന്ന് പറയുന്നത് അതിൻ്റെ പെയിൻറ്റോ അതിൻ്റെ മറ്റു ഭൗതികമായ അലങ്കാരങ്ങളോ ഒന്നുമല്ല, മറിച്ച് അവിടെ എത്ര സുജൂദുകൾ വീഴുന്നു എന്നതാണ് പള്ളിയുടെ പ്രാധാന്യം. അപ്പോൾ ഈ പള്ളി നിറയണം. ഇവിടെ ഹയ്യാൽ സ്വലാത്ത് ഹയ്യാൽ ഫലാ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ ഊടുവഴികളിൽ നിന്നൊക്കെ സുബൈക്കാണെങ്കിൽ പോലും ടോർച്ചടിച്ച് മൊബൈലിൻ്റെ ലൈറ്റ് അടിച്ച് പല വഴികളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചു വരുന്ന ഒരു പള്ളിയായി ഇത് മാറണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇതെത്തണം. അപ്പോൾ ഈ സദസ്സിൽ ഇരിക്കുന്ന ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആരൊക്കെയുണ്ടോ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനായ പറപ്പൂർ മൗലവി ഇവിടെ ഒരു ക്ലാസ്സും ഉദ്ഘാടനം ചെയ്തു, QHLS ക്ലാസ്സും ഉദ്ഘാടനം ചെയ്തു, മദ്രസയുടെ ഉദ്ഘാടനം നടത്തി ഔപചാരികമായിട്ട്. അത് എല്ലാ അർത്ഥത്തിലും
നടപ്പാവുക എന്നിടത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഈ പള്ളിയിൽ എത്തേണ്ടത്. അതുകൊണ്ട് ഇതൊരു നിമിത്തമാകട്ടെ. എന്തിനുണ്ടല്ലോ ഒരു നിമിത്തം, ഒരു കാരണം. ചില ആളുകളൊക്കെ ഒരു ഹവയിലിങ്ങനെ ജീവിച്ചു പോകും. പ്രത്യേകിച്ച് സീരിയസ് ആയി മതത്തെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സ്വീകരിച്ചിട്ടുണ്ടാവില്ല. നിസ്കരിക്കുന്നുണ്ടാവും, അതിന് സമയം നേരമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും അതിനെക്കുറിച്ച് അവനവനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അങ്ങനെ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് പല കാരണങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഖുതുബയായിരിക്കും, ഒരു ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തിപരമായൊരു വിഷയമായിരിക്കും. അതുപോലെ നമുക്ക് പറയാൻ പറ്റണം, ഇവിടുന്ന് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ ഇവിടെ ഈ ചോലൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ അലി ഡോക്ടർ കുടുംബം മുൻകൈ എടുത്തുണ്ടാക്കിയ ആ പള്ളി വന്നതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ പോയിട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് ചെറിയ കാര്യമല്ല, അതൊരു തീരുമാനമാണ്. അത് ഇന്നിവിടെ വന്ന ആളുകൾ എടുക്കണമെന്ന് എനിക്ക് പറയുന്നത്. ജമാഅത്ത് നമസ്കാരം വളരെ പ്രധാനം. പള്ളിയോടുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഞാൻ പറയുന്നത്, ജമാഅത്ത് മുടക്കരുത്. അതിവിടെ വന്ന് അതാണ് ഇതിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ക്ലാസ് ഒന്ന് QHLS ആണ്. ആ QHLS ക്ലാസ്സും അതേപോലെ തന്നെ മദ്രസയാണ്, രണ്ടും മതപഠനമാണ്. അതിൽ മദ്രസയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളതിന് വർദ്ധിച്ച പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇല്ലെങ്കിൽ വിരൽ കടിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വളരെ മുൻകാലത്ത് മദ്രസ അല്ല. ഇപ്പോൾ ബർപ്പൂരിൻ്റെയും ഡോക്ടറിൻ്റെയൊക്കെ പിന്നെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ മദ്രസ അല്ല. മദ്രസ ഒരു മൊല്ലാക്കിയും സിസ്റ്റമൊക്കെയാണ് ഉള്ളത് അന്ന് ആ കാലഘട്ടത്തിൽ. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്നത് മദ്രസ ഉള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മദ്രസ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ മദ്രസ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കൂടുതൽ സമയം മദ്രസകൾ ഉണ്ടായിരുന്നു. ഉച്ചവരെയൊക്കെ മദ്രസകൾ എടുക്കുന്ന സമയം ഉണ്ടായിരുന്നു, 11 മണി വരെയൊക്കെ. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം മദ്രസയുടെ ആ സമയം 4 മണിക്കൂർ 3ആയി 2ആയി. ഇപ്പം മാക്സിമം നടക്കുന്നത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൻ്റെ അവസ്ഥ എന്താ? കുട്ടി ക്ലാസ്സിലേക്കാണ് കയറി വന്ന് പഠനം തുടങ്ങാനാവുമ്പോഴേക്ക് ആ കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വാനോ അപ്പുറത്ത് വന്നിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഓണടിക്കും. എന്നിട്ട് അതിന് ഡ്രൈവർ വന്നിട്ട് അവിടെ ഇങ്ങനെ കാത്തുക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടികളെ പിന്നെ പിടിച്ച് പറഞ്ഞയക്കുകയും ചെയ്യും. അതും കഴിഞ്ഞ് ഇപ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായി മദ്രസ ഭംഗിയായി നടക്കാനുള്ള ബിൽഡിങ്ങും സമുച്ചയവും എല്ലാ സംവിധാനമുള്ള സ്ഥലങ്ങളിൽ പോലും ഒരാവശ്യമില്ലാതെ അത് ശനി ഞായറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് വെറും ഒരു ഞായറാഴ്ച മദ്രസ മാത്രം. ഈ ഞായറാഴ്ച മദ്രസ എതിര് പറയല്ല ഞാൻ. ഇപ്പം ടൗണ്, അതുപോലെ തന്നെ സ്ഥിരമായി മദ്രസയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെയുള്ള ബിൽഡിംഗ് ഇല്ലാത്ത സാഹചര്യം, തൊട്ടടുത്ത് മദ്രസ ഇല്ലാത്ത സാഹചര്യം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഞായറാഴ്ചയെങ്കിലും ഒരു മദ്രസ നടക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ ഇഷ്ടംപോലെ മദ്രസ നടക്കുന്നുണ്ട്, ശനി ഞായർ മദ്രസകൾ നടക്കുന്നുണ്ട്, നടക്കണം, അത് തർക്കമൊന്നുമില്ല. പക്ഷേ നല്ല ബിൽഡിങ്ങും അതിൽ നല്ല അധ്യാപകരും അത് ദൈനംദിനമായി കൊണ്ട് നടക്കാൻ സൗകര്യവും ഒക്കെ ഉണ്ടായിരിക്കെ അത് അനാവശ്യമായിട്ട് ശനി ഞായറിലേക്ക് കൊണ്ടുപോയി ഒരാഴ്ചയിലെ ഒരു മദ്രസ എന്നുള്ളതിലേക്ക് സെറ്റ് ചെയ്താൽ എന്താ സംഭവിക്കണമെന്നറിയോ? ആകെ മാസത്തിൽ 4 ഞായറാഴ്ചയാണ് ഉണ്ടാകുക. ഈ ഞായറാഴ്ചയാണ് നമ്മളെ നാട്ടിലെ മുഴുവൻ കല്യാണങ്ങളും ഉണ്ടാകുക. അപ്പോൾ ഈ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഈ മദ്രസൻ്റെ പേര് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോകാതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യില്ല, കഴിയില്ല. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും? ഒരു ക്ലാസ് മിസ്സായാൽ മതി. ഒരു ദിവസം മിസ്സായാൽ 2 ആഴ്ചയാണ് പോണത്. 2 ക്ലാസ് 2-3 ക്ലാസ് പോയാൽ ഒരു മാസത്തെ ക്ലാസ്സാണ് പോണത്. അത് ചെറിയ വിഷയമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് അടിത്തറ എന്താണെന്ന് വെച്ചാൽ തുടർച്ചയാണ്. പിന്നെ മാത്രമല്ല, ഈ ദിനേനയുള്ള മദ്രസ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, അത് നമ്മുടെ കുടുംബത്തിലടക്കം അടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ സഹായകമാകുന്നതാണ് മദ്രസ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മദ്രസ ഇല്ലാത്ത ദിവസം ചില ഉമ്മമാരെന്ത് ചെയ്യുന്നു വെച്ചാൽ സുബൈസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കിടക്കാറ്. കാരണം ഇന്നെന്തില്ല, ഇന്ന് മദ്രസയൊന്നുമില്ല, കുട്ടികൾക്ക് ചായ ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല, കുറച്ച് നേരം കൂടി കിടക്കാറ്. എന്നാൽ മദ്രസ ഉള്ള ദിവസമോ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ അടുക്കളയിലത്തെ കാര്യം കഴിക്കണമെങ്കിൽ ഇനി എന്ത് വേണം? നേരത്തെ അടുക്കളയിൽ എത്തണം. അതായത് ഒരു സ്ഥിരമായി നടക്കുന്ന മദ്രസ ആ ചുറ്റുവട്ടത്തുള്ള വീടുകളുടെ കൂടി അടുക്കും ചിട്ടയുടെ ഭാഗമായി മാറുകയാണ്. മനസ്സിലായുണ്ടോ? അപ്പോൾ ആ രീതിയിലേക്ക് മദ്രസന് ഭയങ്കര സ്വാധീനമുണ്ട്. അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ മദ്രസ എങ്ങനെയാണ് തുടങ്ങിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അത് സ്ഥിര എങ്ങനെയാണ് ഹോളിഡേ ആണ്. ഇവിടെ ഇപ്പോൾ ഹോളിഡേ ആണ് തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ദിവസം വർദ്ധിപ്പിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു ഗ്രാമപ്രദേശമാണല്ലോ, അതിന് പറ്റുന്ന ആൾക്കാരെയൊക്കെ വെച്ച്. അതായത് കാരണം അത്ര കുട്ടികൾക്ക് ഇന്ന് മദ്രസ വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ കൊടുക്കേണ്ട ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇത് പിന്നെ തൽക്കാലം മദ്രസ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരിക ഖുർആൻ പഠിക്കണം, നിസ്കാരത്തിൽ ഓതാൻ കുറച്ച് സൂറത്ത് പഠിക്കണം, അതുപോലെ നിസ്കരിക്കാൻ പഠിക്കണം, ഒന്നു പഠിക്കണം. ഇങ്ങനത്തെ 2-3-4 കാര്യങ്ങളെ ഇപ്പം നമ്മളെ മനസ്സിൽ മദ്രസ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെ ചിത്രത്തിലുള്ളൂ. അതുമാത്രമല്ല മദ്രസ എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള ബോധം കിട്ടാതെ അവർ പിന്നെ തിരക്കിലേക്കാണ് പോണത്. ഇന്ന് തിരക്ക് എവിടുന്ന് തുടങ്ങുന്നുണ്ട് അറിയോ? LP ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ തിരക്കിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. കാരണം LSS കിട്ടണം എന്നത് ഇപ്പം എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളിൽ ആവശ്യമാണ്. അപ്പോൾ LSS കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലോണം അധ്വാനിക്കണം. അപ്പോൾ തുടങ്ങും അതിൻ്റെ ട്യൂഷനും കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ USSൻ്റെ തുടങ്ങും. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തുമ്പോൾ NMSൻ്റെ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് ആകുമ്പോൾ പറയാൻ കണ്ട കാര്യമില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എന്തായി? +1 +2, പിന്നെ എൻട്രൻസ് കോച്ചിങ്. പിന്നെ ആ കുട്ടികൾ അത്ര തിരക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൂടി ഉണ്ടാവില്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ ഒരു കല്യാണമോ സൽക്കാരോ, സ്വന്തം വീട്ടിലൊരു സൽക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് കരുതുക, അങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ നമ്മളതിൻ്റെ പിന്നെ +2 പഠിക്കണം അല്ലെങ്കിൽ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടിനെ അവിടെ പഠിക്കണം, കോച്ചിങ് സെൻറ്ററിലാണ്, അവന് വരാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? ഇത് എവിടെയാണ് ഈ മത്സരം പോയി അവസാനിക്കണത്? എത്ര ഇത് പിന്നെ അത് കഴിഞ്ഞ് അതിലും മത്സരത്തേക്കാണ് പോണത്. പിന്നെ അവർ പോണ കോളേജ് എന്താ? അവർ പഠിക്കണ ക്യാമ്പസ് എന്താ? അവർ ഉറങ്ങണ പിന്നെ സംവിധാനങ്ങൾ എന്താ? ഹോസ്റ്റൽ റൂമുകൾ എന്താ? അവിടുന്ന് കേൾക്കണത് എന്താണെന്നറിയോ? തീർത്തും ഈ മതത്തെ ഇല്ലായ്മ ചെയ്യുന്ന മതനിരാസത്തിൻ്റെ പിന്നെ കാഴ്ചപ്പാടുകളാണ് അവർക്ക് കിട്ടുന്നത്. ഇന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 18 വയസ്സായ പിന്നെ അവനാൻ്റെ കാര്യമായി. പിന്നെ വാപ്പിയും വേണ്ട, ഉമ്മയും വേണ്ട, നാട്ടുകാരും വേണ്ട, അധ്യാപകരും വേണ്ട, അവരൊന്നും പറയണത് കേൾക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ എനിക്കില്ല, നിങ്ങൾക്കില്ല. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. ഇതാണ് ഇപ്പം ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് അനൗദ്യോഗികമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഒരു വേള ഇന്ന് ഔദ്യോഗികമായും നമ്മുടെ സിലബസുകളിലേക്ക്, പാഠശാലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കരിക്കുലത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചിന്താഗതിയാണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്? അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൈ ബോഡി മൈ റൈറ്റ്. അതുപോലെ തന്നെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇനി രണ്ടാമതൊരു ജീവിതമല്ല. യോളോ എന്നാണ് ഇതിന് പറയാം. അതുപോലെ നിഹിലിസം എന്ന് പറയുന്ന ആശയം. ഈ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അവരേത് ലോകത്താന്ന് തന്നെ നമുക്ക് മനസ്സിലാവണില്ല. ഭയങ്കര അപകടകരമാണ് ആ കുട്ടികളുടെ പോക്ക്. ഞാനതിന് വിശദീകരിച്ച് ഇവിടെ സമയം കളയണില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡൻസ് വിങ് ഗേൾസും സ്റ്റുഡൻസും 2 ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന തലത്തിൽ വെക്കേഷൻ ക്യാമ്പുകൾ, ഈ +1 +2 പിന്നെ 10ാം ക്ലാസ് പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടി. ഞാനത് 2ലും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ അവസാനത്തെ സമയത്ത് നമ്മളെ പാണക്കാട് ക്യാമ്പസിൽ, ലേഡീസ് ക്യാമ്പസിൽ വെച്ചായിരുന്നു അതിൻ്റെ ക്യാമ്പ്. അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുത്ത് ശേഷം അതിൻ്റെ ഒരു അവലോകനം, ഒരു ഫീഡ്ബാക്ക് അവിടെ ഒരു കുട്ടി അവതരിപ്പിച്ചു, ഒരു പെൺകുട്ടി. അവൾ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പിന് വരുന്നത്, അൽഹംദുലില്ലാഹ് എനിക്ക് ജീവിതം ഇപ്പം എന്താണെന്ന് മനസ്സിലായി. നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന നല്ലൊരു അവതരണം അവിടെ നടന്നു. അപ്പം നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും എത്രമേൽ അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് നമ്മൾക്ക് നേരിട്ട് കാണുന്ന കാഴ്ചയാണ് അതൊക്കെ. ആ കുട്ടി ആ കുട്ടി മദ്രസയിൽ പഠിച്ച കുട്ടിയാണ്, നമ്മളെ പല കാര്യങ്ങളിലും ഇടപെടുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിട്ടും ആ കുട്ടിക്ക് എന്തുകൊണ്ട് എന്ത് ചെയ്യണില്ല? ജീവിതത്തെ പറ്റിയുള്ള അടിത്തറയിലേക്കുള്ള വീക്ഷണം ലഭിക്കുന്നില്ല. അവിടെയാണ് നമ്മളെന്ത് ഈ മദ്രസയിൽ പോയി എന്ന് പറയുന്ന കുട്ടികളും അങ്ങനെയാണെങ്കിൽ തൊട്ടും മദ്രസ കിട്ടാത്ത കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എന്തായാലും പരിഹാരം? അപ്പോൾ ചില ആൾക്കാർ പറയും മദ്രസയിൽ പോയിട്ടും കാര്യമില്ല. അങ്ങനെയല്ല, അങ്ങനെയുണ്ട് ഒരു നെറേറ്റീവ്. അതായത് നാട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്, കുഴപ്പമാണ്, മദ്യമാണ്, ലഹരിയാണ്, പീഡനമാണ്, പ്രശ്നമാണ്. എന്നിട്ട് അവരൊക്കെ ദീന് പഠിച്ച ആൾക്കാരാണ്, അവരൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, അവരൊക്കെ മദ്രസയിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മദ്രസ കൊണ്ടും പള്ളി കൊണ്ടും ദീനുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനെ വരുത്തുന്ന ആൾക്കാരുണ്ട്. തെറ്റാണത്. അവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ മദ്രസയും പള്ളിയും ഈ ഉത്ബോധനവും വായതും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അതല്ലേ ശരിക്കും എന്തിക്കണ്ടേ? അപ്പോൾ ഇത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുകൊണ്ട് ഫലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കൊള്ളേണ്ടടുത്ത് കൊണ്ട ആളുകൾ മാറും. എന്താ ഇതിന് അധികം തെളിവ് വേണോ?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം എന്താ? 3W ആയിരുന്നു. വാർ, വൈൻ, വിമൺ. ഇത് മൂന്നും ഇല്ലാതെ ആ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. മൂക്കറ്റം കുടിക്കുക മാത്രമല്ല, അബ്കാരി കോൺട്രാക്ടർമാരായിരുന്നു അവർ, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടണമെന്ന് വസിയത്ത് ചെയ്തിരുന്ന മനുഷ്യന്മാരാണ്. പണി എടുക്കുന്ന പെണ്ണുങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊടി നാട്ടിയുന്ന സമുദായമാണത്. ഇപ്പം നമ്മളെ പത്രങ്ങളിലൂടെ കണ്ടുവരുന്ന എന്തെല്ലാം ഉണ്ടോ, കുട്ടികളെ കുഴിച്ചു മൂടുന്ന ദുരഭിമാനക്കൊലയാണല്ലോ ഇപ്പോൾ വലിയ പ്രശ്നം. അതിലും വലിയ ദുരഭിമാനക്കൊല നടത്തുന്ന സമൂഹമാണത്. ആ സമൂഹത്തെ ലോകത്തിൻ്റെ നെറുകയിൽ ഇങ്ങനെ ഒരു ഉത്തമ സമുദായമുണ്ടെങ്കിൽ ഇത് മാത്രമാകുന്നു എന്നും എതിരാളികളെ കൊണ്ട് പോലും പറയിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, അല്ലേ? ആ ഖുർആന്റെ ആ സ്വാധീനമല്ലേ ആ സമൂഹത്തെ മാറ്റിയെടുത്തത്. ആ ഖുർആൻ അന്നും വള്ളി പുള്ളി വ്യത്യാസമല്ല നമ്മുടെ കയ്യിലുണ്ട്. ആ ഖുർആൻ അടിത്തറയാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്ന മദ്രസ സംവിധാനം, ഇവിടെ നടക്കാൻ പോകുന്ന QHLS. എന്താ QHLS എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളാണ്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് ഓതിക്കൊടുത്ത അതേ ഖുർആൻ വളച്ചു കിട്ടില്ലാതെ ഏച്ചു കൂട്ടില്ലാതെ ഇൻഷാ അല്ലാഹ് ഇവിടെ അതിൻ്റെ ക്ലാസ് നടക്കുകയാണ്. എന്താ മാറ്റം ഉണ്ടാവില്ല എന്ന് ആരാ പറഞ്ഞു? ഉണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ആ ഖുർആനെയും സുന്നത്തിനെയും എങ്ങനെയാണോ പ്രവാചകന്മാരും സച്ചരിതരായ സലഫുകളും സ്വീകരിക്കുകയും ആചരിക്കുകയും ചെയ്തത്, അതേപോലെ നമ്മളും സ്വീകരിക്കണം. അത് വേറെ അവനവൻ്റെ ഇഷ്ടത്തിനും അവനവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് നീട്ടാനും കുറക്കാനും വളക്കാനും നിന്ന് കഴിഞ്ഞാൽ ആ മാറ്റം എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല. ഇന്നിപ്പോഴത്തെ സമുദായത്തിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ഖുർആൻ്റെ ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ ആ ഖുർആനിനെ അവർ പിന്നിലാണ് കെട്ടിയിരിക്കുന്നത്. മുന്നിൽ അവർ നടക്കുക, ബാക്കിൽ ഖുർആനും. അങ്ങനെയല്ല, മുന്നിൽ നമ്മൾ നടക്കും, പിന്നിൽ ഖുർആനെയും കൊണ്ടുവന്നാൽ അവർ നരകത്തേക്കുള്ളതാണ്. നമ്മൾ മുന്നിൽ ഖുർആൻ വെക്കണം, അതിൻ്റെ ബാക്കിലാണ് ആര് നടക്കേണ്ടത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ മിൻ അംരിഹി. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഒരു മുഅ്മിനാകട്ടെ മുഅ്മിനത്താകട്ടെ, അല്ലാഹു റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ ഒരു ചോയ്സ് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഖുർആനിലൊന്നുണ്ട്, ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാലും എൻ്റെ ബുദ്ധിക്ക് അത് യോജിക്കൂല, എൻ്റെ സാഹചര്യത്തിന് അത് യോജിക്കൂല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ മാറ്റം വരൂല. അല്ല, ഖുർആൻ കൊണ്ട് മാറ്റം ഉണ്ടാവില്ല. ആ ഖുർആനിൽ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മാറണം, അപ്പോഴേ സമൂഹം എന്ത് ചെയ്യുള്ളൂ, മാറും. അപ്പം എന്താ ഈ കൂട്ടായ്മൻ്റെ പ്രത്യേകത? ആ സലഫുകൾ, അതായത് മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ വിഭാഗമാണ് മുൻഗാമികൾ. അവർക്കാണ് അറബിയിൽ എന്ത് പറയാം? സലഫുകൾ എന്ന് പറയാം. ആ സലഫുകളുടെ വഴി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സലഫികൾ, സലഫി മദ്രസ, സലഫി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത്. പിന്നെ ആ മാർഗത്തിൽ ശക്തമായി സത്യത്തിന് വേണ്ടി വേറൊരാളുടെ മുഖവും നോക്കാതെ ഹക്കിന് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ് ഇതിന് അറബിയിൽ എന്താ പറയുക? മുജാഹിദ് എന്നാ പറയാം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പേര് വന്നത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന പേര് വരാൻ കാരണം. ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ ഹദീസിലും ആയത്തിലും പ്രവാചകന്റെ ചര്യയിലും ആൾക്കാർ ഒരുപാട് മാറ്റം വരുത്തും. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഖുറബാ. ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. അന്ന് ആ ഇസ്ലാമിൽ കയറിക്കൂടിയ ലൊലാലത്തുകളെ, ബിദ്അത്തുകളെ ഇല്ലാതെയാക്കി നന്നാക്കുന്ന ഒരു വിഭാഗം വരും. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി. എൻ്റെ സുന്നത്തിനെ നശിപ്പിച്ചതിൽ നിന്ന് അതിനെ നന്നാക്കിയെടുക്കുന്ന ഒരു വിഭാഗം, അവർക്കാകുന്നു മംഗളം. അതിന് ഉപയോഗിച്ച വാക്കെന്താ? യുസ്ലിഹൂന, നന്നാക്കുന്നവർ. അതിൽ നിന്നുണ്ടായ വാക്കാണ് എന്ത്? ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേരുകൾ തന്നെ നമ്മുടെ വഴി വ്യക്തമാക്കുന്ന പേരുകളാണ്. നമ്മൾ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടത് നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അല്ല. അതിനേക്കാളും വലിയ യുക്തിയും ബുദ്ധി ആർക്കുള്ളത്? അള്ളാഹ്ക്കുള്ളത്. അള്ളാഹിൻ്റെ ദീനുകൊണ്ടാണ്, പ്രമാണം കൊണ്ടാണ്. പ്രമാണം അതിനെന്താ അറബി പറയാം? ഹിക്മത്ത് എന്നാ പറയാം. അൽ ഹിക്മ പ്രമാണമാണ്. പ്രമാണം മുന്നേ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ ഹിക്മത്ത് കൊണ്ടും ഈ സതുപദേശം കൊണ്ടും നിങ്ങൾ ആളുകൾ എന്ത് ചെയ്യണം? ദീനിലേക്ക് ക്ഷണിക്കണം. ആ ഹിക്മ, പ്രമാണം, ന്യായം, തെളിവ് എന്നൊക്കെയാണ് ഇതിന് മലയാളത്തിൽ പറയാം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണെന്ത്? വിസ്ഡം എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മളിതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പേരിട്ട്. ഈ പേരുകൾക്കുള്ളിലൊക്കെ നമ്മൾ ആദർശം ഒക്കെ ഒന്നാണ്. അത് സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും അതുപോലെ അൽ ജമിയത്തുൽ ഹിക്മ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ ഒരേ ആശയ തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയും അൽഹംദുലില്ലാ
ഇതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന്ന് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് കേരളത്തിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് കേരളത്തിൽ അൽഹംദുലില്ലാ ഉണ്ടാക്കാൻ പറ്റി. നിങ്ങൾക്കറിയാം, ഒരു 10-13 വർഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടായിട്ടുള്ളൂ. പക്ഷേ ആ കൂട്ടായ്മ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മളെ ജാമിയ അൽ ഹിന്ദ് ആൺകുട്ടികൾക്കുള്ള സ്ഥാപനം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിനെ ഇന്നിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പർപ്പൂർ മൗലവിയുടെ നേതൃത്വത്തിലാണ്. അതിൽ അക്കാദമിക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടുടനെ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്കുള്ള ക്യാമ്പസ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അവിടെയും തന്നെ ഇന്ന് അഡ്മിഷന് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നൊരവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മുക്കത്ത് ഗ്രീൻ വാലി ക്യാമ്പസ്, അവിടെ CBSE അംഗീകാരമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതുപോലെ തന്നെ മറ്റു ഭൗതിക വിദ്യാലയങ്ങൾ B.Ed TTC അതുമായി ബന്ധപ്പെട്ടതുണ്ട്, പള്ളിയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് അവിടെ താമസിച്ച് ദീന് പഠിക്കാനും അതോടൊപ്പം ഈ സ്കൂളിൽ പഠിക്കാനും പറ്റുന്ന ഗ്രീൻ ഹോമുണ്ട്. എല്ലാ സൗകര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിരുന്നു. അവിടെ കുറേ ബാലാരിഷ്ടതകൾ നമുക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ ആളുകൾ അവിടെ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞത് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ സ്കൂളുകളും എങ്ങനെയെങ്കിലും കുട്ടികളെ കിട്ടുമെന്ന് നോക്കുന്ന കാലമാണ്. പക്ഷേ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള സൗകര്യത്തിന് ഇപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞു. അഥവാ ഇങ്ങോട്ട് തേടി കുട്ടികൾ വരുന്നൊരവസ്ഥ അൽഹംദുലില്ലാ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ നമ്മൾ ഇഖ്ലാസോടുകൂടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യും, പടച്ചോൻ്റെ പിന്തുണ നമുക്കുണ്ടാവും. അപ്പോൾ ഈ കഴിഞ്ഞ റമദാൻ്റെ മുമ്പ് നിങ്ങൾ നോക്കി, നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി, എത്ര സ്ഥലത്താണ് നമുക്ക് പുതിയ പള്ളികൾ വന്നത്. ഈ പുതിയ പള്ളികൾ വരിക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ കോടിക്കണക്കിന് രൂപ ഓരോരുത്തരും പിരിച്ചെടുത്ത് ഭൂമി വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. അതൊരു തമാശക്കാരിൽ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. ഇത് ശരിക്കും ഹൃദയത്തിൽ കയറിയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ എന്തുണ്ട്, കേരളത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അത് ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ആരുടെയും ചൊറുക്ക് കണ്ടിട്ടല്ല. നമുക്ക് ആരാ ക്രൗഡ് പുള്ളർമാരായ പ്രഭാഷകരാരുള്ളത്? നമുക്ക് അവിടെ സമ്പത്തുള്ളത്? ഒന്നുമില്ല. നമുക്ക് ഈ ആദർശ വിശുദ്ധിയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ്യതയും നമ്മുടെ ക്രെഡിബിലിറ്റിയും. ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തതും അത് തന്നെയാണ്. ആർക്കും ആരും വിശ്വാസമില്ലാത്തൊരു കാലമാണ്. ഇന്ന് രാഷ്ട്രീയ രംഗമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ നമുക്കറിയണില്ലേ അല്ലേ? രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം വേറൊന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആർക്കും ആരും വിശ്വാസമല്ല. അവിടെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു സവിശേഷത. ഉള്ളതുപോലെ ചെയ്ത് ആളുകളുടെ വിശ്വാസ്യത നേടി അതിലുപരി പടച്ച തമ്പുരാൻ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ പ്രബോധകന്മാരും മുന്നോട്ട് പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ചോലൂർ പ്രദേശത്തെ ഈ പള്ളിയും നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഈ 2 സംഗതി, ഒന്ന് മദ്രസയും അതേപോലെ തന്നെ ഈ QHLS-ഉം, അതിൽ ഇവിടെയുള്ള രക്ഷിതാക്കൾ മദ്രസയിലേക്ക് എന്ത് ചെയ്യണം, കുട്ടികളെ എത്തിക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഭാവിയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തിരക്കിൻ്റെ പേരും പറഞ്ഞ് അവരെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ എഴുതി വെച്ചോളൂ. ഇപ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നാട്ടിൽ തന്നെ അവരെ കിട്ടൂല. പണ്ടൊക്കെ പഠിക്കാൻ പോയിട്ട് പിന്നെ പഠനം കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വന്നിരുന്നു. ജോലിക്ക് പോയാൽ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വന്നിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ തന്നെ താമസമാകുകയാണ്. UK-ലും അവിടെയും ഇവിടെയൊക്കെ താമസമാകുക. ഇന്ന് കേരളത്തിൽ എത്ര വീടാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? അത് നമ്മളൊരു ICUവിൻ്റെ വക്കത്തെത്തി ഒരത്യാസന്ന അവസ്ഥയിലാവുമ്പോൾ 1-2 മക്കളുണ്ടാവും. അവരെ വിളിച്ചു നോക്കുമ്പോൾ അവർക്ക് വിസ കിട്ടില്ല, അവർക്ക് വരാൻ കഴിയില്ല. നിങ്ങൾ അക്കൗണ്ട് നമ്പർ അയച്ചോളൂ, ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്തോളാം, അതിൻ്റെ ബില്ല് അയച്ചു കൊടുത്തോളാം എന്ന് പറയുന്നൊരു സാഹചര്യത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചെറിയ വിഷയമല്ല അതൊന്നും. അപ്പോൾ കുട്ടികളും മക്കളും ഒക്കെ ദുനിയാവ് തന്നെ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ശരിക്കും ഈ ബോധം വേണം. ഇപ്പോൾ നിങ്ങൾ ഈ സിനിമാ ഫീൽഡിൽ കണ്ടപ്പോൾ അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്താ വാർത്ത എന്ന് വെച്ചാൽ, സിനിമാ നടന്മാരൊക്കെ അവിടെ കൂടിയിട്ട് എത്രയോ ഏക്കർ സ്ഥലം വാങ്ങി അവിടെ വലിയൊരു ഫാം ഹൗസും ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്തിനാ? അവർ പ്രായമാകുമ്പോൾ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ത്, അവരെ മക്കളെ അവരെ ആൾക്കാരിൽ നിന്ന് ഇതിന് നോക്കാൻ കിട്ടൂല. അത് നമ്മൾ വിചാരിക്കും സിനിമാ ഫീൽഡിലല്ലേ, അവിടെ മാത്രമൊന്നുമല്ല. അതിങ്ങനെ കയറി വന്ന് ഇന്ന് എല്ലാ സമുദായത്തിലേക്കും, മുസ്ലിം സമുദായത്തിലേക്ക് വരെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായമായാൽ അതൊന്നും നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത്. ഇത് ബോധമൊക്കെ എവിടുന്നേ കിട്ടുള്ളൂ വെച്ചാൽ, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങുന്ന ആയത്തില്ലേ, ആ ആയത്ത് നെഞ്ചിലേറ്റുന്ന മക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇനി ഇതിലൊക്കെ ശ്രദ്ധയും കാര്യം ഉണ്ടാവുള്ളൂ. മാത്രമല്ല, നമ്മൾ വലിയ എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആക്കിയിട്ട് കുട്ടികളെ മാറ്റി അവർക്ക് ദീന് കൊടുത്തിട്ടില്ലെങ്കിൽ
വല്ല സിംഹത്തിനൊക്കെ കയറിട്ടുങ്ങാണ്ട് കൂട്ടുന്ന ഇറക്കണ മാതിരിയായിരിക്കും കോഴ്സ് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരേണ്ടി വരും. അവരെ തലയും മുടി, അവരെ സ്വഭാവം, സംസ്കാരം, വാപ്പയാരോ അമ്മയാരോ ഒന്നും അറിയാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊരു വലിയ സൗഭാഗ്യമാണ് ഈ സ്ഥാപനം. ഇതിനെ നിങ്ങൾ സൗഭാഗ്യമായിട്ട് കാണണം. അത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്നിവിടെ നിസ്കരിക്കാൻ വരിക, ഇവിടെ തുടങ്ങിയ ഈ വിജ്ഞാന ശാഖകളിൽ, ഈ ക്ലാസ്സുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് പങ്കെടുക്കുക, നമ്മളെ കുട്ടികളെ ഇതിൽ ചേർക്കുക. അതിന് നമ്മൾ മറ്റുള്ളതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യുക. ഈ ബോധമാണ് പ്രധാനം. കാരണം എത്ര വലിയ എഞ്ചിനീയറായിട്ടും ഡോക്ടറായിട്ടും കാര്യമില്ല, അതൊക്കെ നമുക്ക് ഈ ദുനിയാവിൽ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. നമുക്ക് ഖബറിലും പരലോകത്ത് എന്തേ ഉണ്ടാവുള്ളൂ? ഈ ദീനി കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട്. നമ്മുടെ ഒരു പ്രബോധകനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അളിയൻ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. ബൈക്കിൽ വെച്ചാണ് മരണപ്പെട്ടത്. പക്ഷെ ആ മരണപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ വേണ്ടി PSC കിട്ടി. പിന്നെ ഇൻ്റർവ്യൂവിൽ ഹാജരായ ജോലി ഉറപ്പാണ്. ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പോവാണ്. ഏകദേശം 1 കിലോമീറ്ററും കൂടിയുള്ള ആ ഒരു ഓഫീസിൽ എത്താൻ. അതിൻ്റെ മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലോറിക്ക് ഇടിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ ആ ബൈക്ക് അവിടെ ചിതറിപ്പോയി. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള പേഴ്സും ആ പോണ സമയത്ത് കുറേ സർട്ടിഫിക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ റോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോലീസുകാർ വാരി പിടിച്ച് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്തു, കൊണ്ടുപോയി വെച്ചു. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞ് ഇവർ കുടുംബം ഇവൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ എല്ലാ സാധനവും, പൊട്ടിയ മൊബൈൽ ഫോണും സാധനങ്ങളൊക്കെ കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ, കുറേ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമുണ്ട്, പൈസ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സർട്ടിഫിക്കറ്റോട് ഇനി എന്താ കാര്യം? ആ സർട്ടിഫിക്കറ്റ് അനുജന് ഉപയോഗിക്കാൻ പറ്റുമോ? ജ്യേഷ്ഠന് ഉപയോഗിക്കാൻ പറ്റുമോ? ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അത് നമ്മൾ മരിക്കണോടുകൂടി അവസാനിക്കുന്ന സാധനമാണ്. അതുവരെ അതൊക്കെ ആവശ്യമാണ്. പക്ഷെ മരണത്തിന് ശേഷമാണ് ശരിക്കുള്ള വല്ലാഹിറത്തു ഖൈറും വഅബ്ഖ, ഏറ്റവും നല്ലതും എന്നും ജീവിക്കാനുള്ളതും പരലോകമാണ്. അപ്പോൾ ആ പരലോകത്തേക്കുള്ള വിഭവം ഒരുക്കിയിട്ടേ വേറുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. ഇന്ന് അതാണ് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 10, 60, 70 വയസ്സിനുള്ള പണിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നും ജീവിക്കാനുള്ള പരലോകത്തെ പലപ്പോഴും മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം നമ്മളെ പരലോകബോധമുള്ളവരാക്കുക, ജീവിത ലക്ഷ്യമുള്ളവരാക്കുക, ആ ലക്ഷ്യത്തിലേക്ക് വഴിതിരിക്കുവാനുള്ള, അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ പിറവിയെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു സന്തോഷവാർത്ത ഞാൻ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ 10-13 കൊല്ലം കൊണ്ട് ഇതുപോലെ ചെറിയ പള്ളികളും സ്ഥാപനങ്ങളും 10-50ഓളം വകുപ്പുകൾ നമുക്കുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ബോർഡുണ്ട്, അതേപോലെ തന്നെ പീസ് റേഡിയോ ഉണ്ട്, അതേപോലെ നമ്മുടെ വിസ്ഡം ബുക്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങി നമുക്ക് കോളേജുകളുണ്ട്, പരിപാടികളുണ്ട്, പദ്ധതികളുണ്ട്, ഡയലോഗുകളുണ്ട്, ഇഷ്ടം പോലെ പ്രോഗ്രാം. ഇപ്പോൾ പെരിന്തൽമണ്ണ നടന്ന നമ്മളെ കുട്ടികളെ പരിപാടികൾ കണ്ടില്ലേ, 10,000-കണക്കിന് കുട്ടികളാണ് അവിടെ എത്തിയത്. അതൊന്ന് വേറെ നിലക്ക് മീഡിയകളിൽ വാർത്തയായി. അപ്പോൾ വേറെ ഒരുപാട് ആൾക്കാർ കണ്ടു. നമ്മളൊരു 3 സമ്മേളനം ഇപ്പോൾ നടന്നു. ഒന്ന് കോഴിക്കോട് സമ്മേളനം, അത് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ യൂട്യൂബിൽ നോക്കുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളത് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷം മുമ്പ് മലപ്പുറത്ത് നടന്ന നമ്മുടെ യുവാക്കളുടെ പരിപാടി 1.25 ലക്ഷം ആൾക്കാരാണ് കണ്ടത്. പക്ഷേ ഈ കുട്ടികളുടെ പ്രോഗ്രാം ഒരാഴ്ച കൊണ്ട് തന്നെ 1.5 ലക്ഷം ആൾക്കാരെന്ത് ചെയ്തു, അത് കണ്ടു കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചു, എൻ്റെ കുട്ടിനെയും കൂടിയൊക്കെ പറഞ്ഞേക്കായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അത്രയും ഈ സമയത്ത് ഈ ലഹരി ബാധിച്ച, ഈ പ്രശ്നമുള്ള, ഈ വിചിത്രമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഈ നാട്ടിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ഒരു പരിപാടി ആവശ്യമെന്ന് സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇതൊക്കെ ചെറിയ ചെറിയ കൊച്ചു കുടിലുകളാണ്. ഇതിനൊക്കെ വിശാലമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മുടെ ഒരു സ്വപ്നമാണ് കോഴിക്കോട് നഗരത്തിൽ നമുക്ക് വലിയൊരു ആസ്ഥാനം വേണമെന്നുള്ളത്. 8 വർഷം മുമ്പ് നമ്മളതിന് സ്ഥലമെടുത്തതാണ്. 8 വർഷം മുമ്പ് നമ്മുടെ ഈ സംവിധാനങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആസ്ഥാനം. പക്ഷേ പല സാങ്കേതികത്വങ്ങൾ കൊണ്ട്, നിയമക്കുരുക്കുകൾ കൊണ്ട് അത് നീണ്ടുപോയി. അൽഹംദുലില്ലാ ഇപ്പോൾ അത് കിട്ടി. ഇപ്പോൾ അതിൻ്റെ പെർമിഷൻ കിട്ടി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും. ബഹുമാനനായ നമ്മുടെ PN അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ അധ്യക്ഷൻ പറപ്പൂർ മൗലവിയായിരുന്നു. അന്ന് കോഴിക്കോടുള്ള MP മുതൽ MLA മുതൽ എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അവിടെ വന്നു. നല്ല ഹൃദ്യമായൊരു ചടങ്ങായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് വിസ്ഡം ഹൗസ് എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. വിവേകത്തിൻ്റെ വീട്. ഈ കൊച്ചു വീടുകളുടെയൊക്കെ ഒരു വലിയ ആസ്ഥാനം. അവിടെ നിന്നായിരിക്കും ഇനി നമ്മുടെ എല്ലാ പ്രവർത്തനവും. ഇതിൻ്റെ എൻജിനാണ് ഇൻഷാ അല്ലാഹ് അത്. ഈ പ്രവർത്തനത്തിൻ്റെ എൻജിനാണ്. അപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെ പ്രാർത്ഥന വേണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് സമയബന്ധിതമായി അത് ഉയർന്നു വരാൻ. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു വിഹിതം നിങ്ങൾ മാറ്റിവെക്കും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ ഒരു ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് വളർത്തിക്കൊണ്ടുവരാനും ഇവിടെ തുടങ്ങിയ മദ്രസയും ക്ലാസ്സും അത് നല്ല രീതിയിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെടുത്തി അത് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നൽകി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി ചിന്തിക്കുകയും പണം മുടക്കുകയും ശരീരം കൊണ്ട് അധ്വാനിക്കുകയും ചെയ്ത എല്ലാവർക്കും നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ വിചാരണക്കെത്തുമ്പോൾ ഇതൊരു സാലിഹായ അമലായി അള്ളാഹു അവർക്കത് ഉൾപ്പെടുത്തുകയും ആ മീസാനിൽ കനം തൂങ്ങുന്ന ഒരു അമലായി അള്ളാഹു അത് ആക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.